ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് കേട്ടോ. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററായ ഏതാണ് ആരോഗ്യത്തിലൂടെ ആഹാരം എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഓക്കെ, അടിസ്ഥാന ശാസ്ത്രം അല്ലേ. വിറ്റാമിനുകൾ എന്താണ് നെക്സ്റ്റ്? വിറ്റാമിൻസ് അല്ലേ. വിറ്റാമിനുകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വീട്ടിൽ നിന്നൊക്കെ പറയുന്നുണ്ടാവില്ലേ, വിറ്റാമിൻ കുറവും വിറ്റാമിൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ലേ. വിറ്റാമിനുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷകഘടകങ്ങളാണ് എന്ത്? വിറ്റാമിനുകൾ എന്ന് പറയുന്നത് കേട്ടോ. ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് എന്ത്? വിറ്റാമിനുകൾ. ചെറിയ അളവിൽ അത്യാവശ്യമുള്ള പോഷക ഘടകങ്ങളാണ് വിറ്റാമിനുകൾ. ഇതിൻ്റെ പ്രാധാന്യത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കിയാലോ. നമുക്കിവിടെ അച്ഛൻ പറയുകയാണല്ലേ, ഡോക്ടർ എൻ്റെ മകൻ പല്ല് തേക്കുമ്പോഴും കട്ടിയുള്ള ആഹാര സാധനങ്ങൾ ചവയ്ക്കുമ്പോഴും മോണയിൽ നിന്ന് രക്തം വരുന്നു, എന്താണ് കാരണം എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പം ഡോക്ടർ എന്താ പറയുന്നത്? മോണയിലെ രക്തസ്രാവം വിറ്റാമിൻ്റെ കുറവ് മൂലമാകാം. മരുന്നിനൊപ്പം വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കൂടി കഴിക്കണം എന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ വിറ്റാമിനുകൾ എയും ബിയും ഒക്കെ ഉണ്ടോ ഡോക്ടർ എന്ന് ചോദിക്കുകയാണല്ലേ. അപ്പോൾ വിറ്റാമിനുകൾ എന്താണ്? വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞപ്പോൾ കുട്ടി ചോദിക്കുകയാണല്ലേ, വിറ്റാമിൻ എയും വിറ്റാമിൻ ബിയും ഒക്കെ ഉണ്ടോ എന്ന്. എന്താ നിങ്ങളുടെ അഭിപ്രായത്തിൽ വിറ്റാമിൻ എയും ബിയും ഒക്കെ ഉണ്ടോ? ഉണ്ട് അല്ലേ. ഈ കുട്ടിയുടെ സംശയങ്ങൾക്കും ഉണ്ടോ വിറ്റാമിൻ എയും ബിയും ഒക്കെ ഉണ്ടോ എന്നല്ലേ. വിവിധ തരം വിറ്റാമിനുകൾ ഏതെന്നും അവയുടെ പ്രാധാന്യം ഏതൊക്കെയാണെന്നും മനസ്സിലാക്കാൻ നൽകിയിട്ടുള്ള ഈ പട്ടിക നോക്കിയേ. വിറ്റാമിനിലെ പ്രാധാന്യം. വിറ്റാമിൻ എന്റെ പ്രാധാന്യം എന്താണ്? കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ് വിറ്റാമിൻ എ അല്ലേ. ഇനി വിറ്റാമിൻ ബിൻ്റെതോ? തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യത്തിനാണ് ഇത് വിറ്റാമിൻ ബി നമ്മൾ കഴിക്കേണ്ടത് അല്ലേ. അതുപോലെ വിറ്റാമിൻ സി ഏതൊക്കെയാ? പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും എന്താ? രോഗപ്രതിരോധ ശേഷിക്കും എന്താണ്? വിറ്റാമിൻ സി നമുക്ക് ശരീരത്തിന് ആവശ്യമാണ് അല്ലേ. ഇനി വിറ്റാമിൻ ഡിയോ? എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും എന്താണ്? വിറ്റാമിൻ ഡിയും ആവശ്യമാണ് അല്ലേ. വിറ്റാമിൻ ഇയോ? നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന് വിറ്റാമിൻ ഇ ആവശ്യമാണ് അല്ലേ. വിറ്റാമിൻ കെയോ? മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് എന്താണ്? വിറ്റാമിൻ കെ ആവശ്യമാണ് അല്ലേ. അപ്പോൾ കട്ട പിടിക്കുന്നതിന് കെ അല്ലേ. നമുക്ക് കെ കട്ട പിടിക്കുക, അങ്ങനെ പഠിക്കുമ്പോൾ ആലോചിച്ച് നോക്കുക കേട്ടോ. അപ്പം വിറ്റാമിൻ ഏതൊക്കെയാണ്? എ, ബി, സി, ഡി, ഇ, കെ അല്ലേ. ഏതൊക്കെയാണുള്ളത്? എ, ബി, സി, ഡി, പിന്നെ ഇ, കെ. ഇതൊക്കെയാണെന്ത്? വിറ്റാമിനുകളില്ലേ അല്ലേ. ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനുകൾ ഏതെല്ലാമാണ്? ത്വക്കിൻ്റെ ആവശ്യമായത് വിറ്റാമിൻ എ അല്ലേ. പിന്നെ വിറ്റാമിൻ ബി, ഇവിടെയും ത്വക്ക് അല്ലേ, ത്വക്ക്. പിന്നെ ഏതാ വരുന്നത്? പിന്നെ വരുന്നുണ്ട് ത്വക്ക് ഇല്ല അല്ലേ. പിന്നെ വിറ്റാമിൻ ഡി ആവശ്യത്തിന് ലഭിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നം ഉണ്ടാവും? വിറ്റാമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും ആരോഗ്യം ഉണ്ടാവില്ല. അതുപോലെ എന്താണ്? രോഗപ്രതിരോധ ശേഷിയും കുറവാകും അല്ലേ വിറ്റാമിൻ ഡി ഇല്ലെങ്കിൽ. ഈ പട്ടിക വിശകലനം ചെയ്തല്ലോ. വിറ്റാമിനുകളെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞത്. ഇനി നോക്കൂ, വിറ്റാമിൻ ഡിയും ബി കോംപ്ലക്സും അല്ലേ. അപ്പോൾ ഈ ചെറിയ കുട്ടികളൊക്കെ എന്താണ്? വെയിൽ കൊള്ളിക്കുന്നൊക്കെ പറയാനുണ്ടാവും അല്ലേ. ചെറിയ പ്രസവിച്ച കുഞ്ഞുങ്ങളവനെയും ഒക്കെ എന്താണ്? ഒന്ന് രാവിലത്തെ വെയിൽ കൊള്ളിക്കണം എന്നൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ ആ കുട്ടിക്ക് എന്താണ്? വിറ്റാമിൻ ഡി കിട്ടാനാണ് അല്ലേ. അപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ആണെന്ത്? വിറ്റാമിൻ ഡി. ചെറിയ അളവിൽ ഭക്ഷണത്തിൽ നിന്നും ഇത് ലഭിക്കുന്നുണ്ട്. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിൻ ആണെന്ത്? വിറ്റാമിൻ ഡി അല്ലേ. അപ്പോൾ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും ആവശ്യമായ ഒരു വിറ്റാമിൻ ആണെന്ത്? വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് അല്ലേ. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണെന്ത്? റിക്കറ്റ്സ്, കണ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ്? കുറവ് മൂലം കുട്ടികളിൽ എല്ലുകൾ ദുർബലമായോ മൃദുവായോ മാറുന്ന അവസ്ഥയാണെന്ത്? കണ. വിറ്റാമിൻ ഡി ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം ഏൽക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ ഡി ലഭിക്കുന്നതിന് സൂര്യപ്രകാശം ലഭിക്കണം അല്ലേ. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ അത്യാവശ്യം വേണ്ട ഒരു കൂട്ടം വിറ്റാമിനുകളാണിത് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത് അല്ലേ. 8 തരം ബി വിറ്റാമിനുകളുടെ കൂട്ടമാണിത്. ആരോഗ്യം നിലനിർത്തുന്നതിന് വിറ്റാമിൻ ബി കോംപ്ലക്സ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. കോശത്തിന്റെ ആരോഗ്യം, ചുവന്ന രക്താണുക്കളുടെ വളർച്ച, കാഴ്ച ശക്തി, നാഡീ പ്രവർത്തനം, ഹൃദയ സംബന്ധമായ ആരോഗ്യം എന്നിവയ്ക്കെല്ലാം എന്താണ്? ബി കോംപ്ലക്സ് ആവശ്യമാണ്. ഇനി വിറ്റാമിനുകളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഏതെല്ലാം ആഹാരം കഴിക്കേണ്ടത്? വ്യത്യസ്ത വിറ്റാമിനുകൾ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ ഏതെല്ലാം എന്ന് നമുക്ക് പട്ടിക പരീക്ഷിച്ച് നോക്കാം അല്ലേ. റഫറൻസ് പുസ്തകങ്ങൾ പരിശോധിച്ച് കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്തി എന്താണ്? ഈ പട്ടിക വിപുലീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വിറ്റാമിൻ എ നോക്കുക. വിറ്റാമിൻ എ കിട്ടണമെങ്കിൽ മത്സ്യവും ക്യാരറ്റ്, പിന്നെ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ച് നോക്കൂ. ഈ വിറ്റാമിൻ എ കിട്ടണമെങ്കിൽ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണെന്നുള്ളത്. പിന്നെ വിറ്റാമിൻ ബിൻ്റെത് മട്ടേരി, ചീര, പിന്നെ എന്തൊക്കെയുള്ളത് കണ്ടുപിടിച്ചെഴുതുക. വിറ്റാമിൻ സി നെല്ലിക്ക, നാരങ്ങ, പിന്നെ എന്തൊക്കെയാണുള്ളത് കണ്ടുപിടിക്കുക. വിറ്റാമിൻ ഡി മത്സ്യം, മുട്ട,
പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വിറ്റാമിൻ ഇ നിലക്കടലയിലും ബദാമിലും ഒക്കെ ഉണ്ട് അല്ലേ. ഇനി വിറ്റാമിൻ കെ എന്താണ്, ക്യാബേജിലും കോളിഫ്ലവറിലൊക്കെ എന്താണ് വിറ്റാമിൻ കെ ഉണ്ട്. ഓക്കെ, വിറ്റാമിൻ കെ ഈ ആലോചിക്കാൻ നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് സിമ്പിൾ ആവാൻ വേണ്ടിയിട്ട് എന്താണ് ഓരോന്നിൻ്റെയും ആ ഷോർട്ടിൻ്റെ ഇതിൽ പഠിക്കുക. അത് കെ അല്ലേ, കെ. അപ്പോൾ കെ ക്യാബേജ്, കോളിഫ്ലവർ അതൊക്കെ എന്താണ് കെയിലാണ് വരുന്നത്. പിന്നെ രക്തം കട്ട പിടിക്കുന്നത് ഏതാണെന്നുള്ളത് അതൊക്കെ നമ്മൾ പഠിച്ചല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ചില ഷോർട്ട് വഴിയൊക്കെ നമുക്ക് എന്താണ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. നിങ്ങളുടെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൽ ഈ പട്ടികയിലെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷ്യയോഗ്യമായ ഇലകൾ, പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ വിവിധ ഇനം വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട് അല്ലേ. എന്താണ് നമ്മുടെ ചുറ്റുപാടിൽ കിട്ടുന്ന ഭക്ഷ്യയോഗ്യമായ ഇലകൾ ഉണ്ട് അല്ലേ, അതുപോലെ പഴവർഗ്ഗങ്ങൾ എന്നിവയിലൊക്കെ എന്താണ് വിവിധ തരം വിറ്റാമിനുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട്. മുരിങ്ങയില, ചീര, പേരക്ക, പപ്പായ, മാങ്ങ തുടങ്ങിയ വിവിധ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലായില്ലേ. അതിലൊക്കെ എന്താണ് ഒരുപാട് വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട് അല്ലേ. അതുകൊണ്ടാണ് മുരിങ്ങൻ്റെ ഇല, ചീരൻ്റെ ഇല, പേരക്ക, പപ്പായ, മാങ്ങ ഇതൊക്കെ എന്താണ് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത്. വിറ്റാമിൻ ബി, സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. വിറ്റാമിൻ ബിയും സി എന്താണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. എ, ഡി, ഇ, കെ എന്നീ വിറ്റാമിനുകൾ എന്താണ് കൊഴുപ്പിൽ മാത്രമേ ലയിക്കുള്ളൂ. അപ്പോൾ ബി, സി എന്താണ് വെള്ളത്തിൽ മാത്രമേ ലയിക്കുള്ളൂ. പിന്നെ എ, ഡി, ഇ, കെ വിറ്റാമിൻ എ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ എന്നൊക്കെ എന്താണ് കൊഴുപ്പിൽ മാത്രമേ ലയിക്കുള്ളൂ. അപ്പോൾ അടക്ക് എ, ഡി, ഇ, കെ അടക്ക് അങ്ങനെ ആലോചിക്കുക. അപ്പോൾ അടക്ക് എന്താണ് കൊഴുപ്പിൽ അല്ലേ, കൊഴുപ്പിൽ ലയിക്കുള്ളൂ. ബി, സി എന്താണ് വിറ്റാമിൻ ബിയും വിറ്റാമിൻ സിയും വെള്ളത്തിൽ മാത്രമേ ലയിക്കുള്ളൂ അല്ലേ. കൊഴുപ്പിൻ്റെ അഭാവത്തിൽ ഈ വിറ്റാമിനുകൾ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടുകയില്ല. കൊഴുപ്പില്ലെങ്കിൽ എന്താണ് ഈ വിറ്റാമിനുകൾ എന്താണ് നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യില്ല. ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലേ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുണ്ടെങ്കിൽ വിറ്റാമിൻ എയും ഡിയും ഇയും കെയും ഒക്കെ ഒന്ന് ലയിക്കുള്ളൂ അല്ലേ. ഈ കൊഴുപ്പില്ലെങ്കിൽ എന്താണ് ഈ എയും ഡിയും ഇ കെയും ഇല്ല, അതായത് വിറ്റാമിൻ എയും വിറ്റാമിൻ ഡിയും വിറ്റാമിൻ ഇയും വിറ്റാമിൻ കെയും ഒന്നും എന്താണ് നമ്മുടെ ശരീരത്തിൽ ലയിക്കുകയില്ല അല്ലേ. അപ്പം ഭക്ഷണത്തിൽ എന്താക്കണം കൊഴുപ്പ് ഉൾപ്പെടുത്തണം അല്ലേ. അപ്പം മനസ്സിലായല്ലോ. ഭക്ഷണത്തിലെ ധാതുക്കൾ മിനറൽസ് ഇൻ ഫുഡ് എന്താ നോക്കുക. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് അയൺ ഗുളിക നൽകും. എല്ലാവരും ഓഡിറ്റോറിയത്തിൽ എത്തേണ്ടതാണ്. നിങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ അയൺ ഗുളിക കിട്ടുന്നുണ്ടാവും അല്ലേ. അപ്പോൾ എന്താണ് അയണിലെ പിന്നെ എന്താ ഇതെന്ന് നമുക്ക് നോക്കാം. സ്കൂളിലെ അനൗൺസ്മെന്റ് ശ്രദ്ധിച്ചില്ലേ. എന്തിനാണ് കുട്ടികൾക്ക് അയൺ ഗുളിക നൽകുന്നത്? അയൺ എന്താണ് ഒരു ധാതുവാണ് അല്ലേ. ഇത്തരം ചില ധാതുക്കൾ ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ് അല്ലേ. എന്തൊക്കെ ധാതുക്കളാണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പോൾ ഓരോന്നും നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും സഹായമാകുന്നത് എങ്ങനെയാണ് പട്ടിക വിശകലനം ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാന ധാതുക്കൾ അയൺ എന്താണ് ഇരുമ്പ് അല്ലേ. ആഹാരം അയണുള്ള ആഹാരം ഏതൊക്കെയാണ്? ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ ഇതൊക്കെ എന്താണ് അയണുള്ളതാണ് അല്ലേ. പിന്നെന്താ പ്രാധാന്യം? രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് ഏതാണ്? അയണാണ് അല്ലേ. അപ്പോൾ അയൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണമെങ്കിൽ ഈ ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കണം അല്ലേ. ആ ഇലക്കറികളും ശർക്കരയും മത്സ്യവും കരളൊക്കെ നമ്മൾ കഴിക്കണം. ഇനി കാൽഷ്യം മുട്ട, പാൽ, ഇലക്കറികൾ, മത്സ്യം അല്ലേ. ഇത് ആഹാരമൊക്കെ എന്താക്കണം നമ്മൾ കഴിച്ചാൽ എന്താണുള്ളൂ കാൽഷ്യം നമ്മുടെ ശരീരത്തിൽ എത്തുള്ളൂ അല്ലേ. അപ്പോൾ എൻ്റെ പ്രാധാന്യം എന്താണ്? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നുണ്ട് അല്ലേ. എല്ലുകളുടെ പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനായിട്ട് സഹായിക്കുന്നു. ദെൻ അയഡിന് കടൽ വിഭവങ്ങളിലൂടെയാണ് അയഡിൻ നമ്മുടെ ശരീരത്തിലെത്തുന്നത് അല്ലേ. അതായത് മീനുകളിലൂടെയൊക്കെ അല്ലേ. ഇപ്പം കടൽ മീൻ അങ്ങനത്തെ അല്ലേ. അതെന്തിനാണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നുണ്ട് അല്ലേ. അയഡിന്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ധാതു ഏതാണ്? അയൺ ആണ് അല്ലേ. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഏതാണ്? അയൺ ആണ് അല്ലേ. ഇത് ലഭിക്കാൻ എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ അല്ലേ. ഇനി കടൽ വിഭവങ്ങൾ കഴിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അയഡിന് കഴിച്ചാലേ എന്താവുള്ളൂ അയഡിൻ ശരീരത്തിൽ എത്തണമെങ്കിൽ എന്താണ്? കടൽ വിഭവങ്ങൾ കഴിക്കണം അല്ലേ. മുട്ട, പാൽ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുക? എന്താ? മുട്ടയും പാലും ഇലക്കറികളും മത്സ്യവും ഒക്കെ ഒഴിവാക്കിയാൽ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ചാലേ എന്താവുള്ളൂ നമുക്ക് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിന് രക്തം കട്ട പിടിക്കുന്നതിനൊക്കെ സഹായിക്കുള്ളൂ അല്ലേ. ഇനി ഹീമോഗ്ലോബിൻ എന്താണെന്ന് നോക്കാം നമുക്ക്.
ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണെന്ത്? ഹീമോഗ്ലോബിൻ. നമ്മുടെ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണെന്ത്? ഹീമോഗ്ലോബിൻ. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. അപ്പോൾ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഏതാണ്? ഹീമോഗ്ലോബിൻ ആണ് അല്ലേ. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്ന ആരാണ്? ഹീമോഗ്ലോബിൻ ആണ് അല്ലേ. അതായത് രക്തത്തിലേക്ക് ഓക്സിജനെ രക്തത്തിലെത്തുന്ന ഓക്സിജന്, രക്തത്തിലേക്ക് ഓക്സിജൻ എത്തുന്നുണ്ട് അല്ലേ. അപ്പൊ ആ ഓക്സിജൻ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കോശങ്ങളിൽ എത്തിയിട്ട് കോശങ്ങളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് കൊണ്ടുപോകുന്നതും ഈ ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയാണെന്ത്? അനീമിയ. അപ്പൊ രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയ്ക്ക് പേരെന്താണ്? അനീമിയ. അപ്പൊ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണെന്ത്? ഹീമോഗ്ലോബിൻ. വർണ്ണവസ്തുവാണെന്ത്? ഹീമോഗ്ലോബിൻ അല്ലെ. ഇവ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതിനും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് എന്താണ്? ഹീമോഗ്ലോബിൻ ആണ്. കൊണ്ടുപോകുന്ന ഹീമോഗ്ലോബിൻ ആണ്. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥ എന്താണ്? അസുഖം ഏതാണ്? അനീമിയാണ് കേട്ടോ. ഇനി അപര്യാപ്ത രോഗങ്ങൾ അല്ലെ, ഡെഫിഷ്യൻസി ഡിസീസസ്. വിറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂ അല്ലെ. വിറ്റാമിനും ധാതുക്കളും കുറഞ്ഞ അളവിൽ മാത്രമേ ശരീരത്തിന് ആവശ്യമുള്ളൂ. എങ്കിലും വേണ്ടത്ര അളവിൽ അവ ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല അസുഖങ്ങളും ഉണ്ടാകുന്നുണ്ട് അല്ലെ. പ്രോട്ടീന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഈ രോഗങ്ങൾ നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അല്ലെ. പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ നമുക്ക് പല രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. വിറ്റാമിനുകളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ച്. വിറ്റാമിൻ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ അസുഖം ഉണ്ടാകുന്ന നോക്കിയാൽ വിറ്റാമിൻ എ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ നിശാന്തത, രാത്രി കണ്ണ് കാണില്ല അല്ലെ. വിറ്റാമിൻ ബി ഇല്ലെങ്കിലോ ഗ്ലോസിറ്റിസ്, നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും വായ്പുണ്ണൊക്കെ വിറ്റാമിൻ ബിന്റെ കുറവ് മൂലമാണ് അല്ലെ വായ്പുണ്ണൊക്കെ ഉണ്ടാകുന്നത്. വിറ്റാമിൻ സി ഇല്ലെങ്കിലോ മോണയിൽ നിന്നുള്ള രക്തസ്രാവം അല്ലെ, സ്കർവി എന്ന് പറയും. അതാണ് വിറ്റാമിൻ സി ഇല്ലെങ്കിൽ. വിറ്റാമിൻ ഡി കാണാം അല്ലെ, റിക്കറ്റ്സ് എന്നൊക്കെ പറയും. ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് സ്കർവി ഉണ്ടാകുന്നത്? വിറ്റാമിൻ സി അല്ലെ. അത് അവിടെ ഉണ്ട്. വിറ്റാമിൻ സിന്റെ അഭാവം മൂലമാണ് ഈ സ്കർവി എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാകുന്നത് അല്ലെ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും വായ്പുണ്ണ് വന്നാൽ അവരുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടുത്താൻ നിങ്ങൾ നിർദ്ദേശിക്കും? വായ്പുണ്ണ് വിറ്റാമിൻ ബി ആണ് അല്ലേ. അപ്പോൾ വിറ്റാമിൻ ബി ശരീരത്തിലുണ്ടെങ്കിൽ എന്താവുള്ളൂ? വായ്പുണ്ണ് ഇല്ലാതിരിക്കുള്ളൂ. അപ്പോൾ വായ്പുണ്ണ് വന്നാൽ വിറ്റാമിൻ ബി നമ്മുടെ ശരീരത്തിലെത്തണം. അപ്പോൾ വിറ്റാമിൻ ബി ഉണ്ടാവണമെങ്കിൽ ഏത് ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്? ഇത് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ മുകളിൽ, മട്ടയരി, ചീരയൊക്കെ കഴിക്കണം അല്ലേ. ഏത് വിറ്റാമിൻ്റെ കുറവാണ് നിശാന്തതയ്ക്ക് കാരണം? വിറ്റാമിൻ എന്റെ കുറവാണ് നിശാന്തതയ്ക്ക് കാരണം അല്ലെ. ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് കണം ഉണ്ടാകുന്നത്? വിറ്റാമിൻ ഡി കുറഞ്ഞാലാണ് കണം ഉണ്ടാകുന്നത് അല്ലെ. പട്ടിക വിശകലനം ചെയ്യാം. നിങ്ങളുടെ നിഗമനങ്ങളും ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്താണ് ഈ നിശാന്തത? നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണെന്ത്? നിശാന്തത അല്ലെ. ഇരുട്ടിൽ കാണൂല, അതുപോലെ എന്താണ് മങ്ങിയ വെളിച്ചം അല്ലെ, അതിൽ തീരെ ക്ലിയർ ആയിട്ട് കാണൂല അല്ലെ. അതാണെന്ത്? നിശാന്തത എന്ന് പറയുന്നത്. നിശാന്തതയ്ക്കുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയും നല്ല വെളിച്ചത്തിലും നല്ല കാഴ്ചക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകല് സൂര്യപ്രകാശം ഉണ്ടാവില്ല, അപ്പം ഒരു പ്രശ്നമില്ല അല്ലേ. അതുപോലെ രാത്രി നമ്മൾ ബൾബിൽ ലൈറ്റൊക്കെ ഇട്ട് വെക്കുമ്പോൾ അപ്പോഴും പ്രശ്നം ഉണ്ടാവില്ല. അപ്പം പക്ഷെ വെളിച്ചമില്ലെങ്കിൽ രാത്രിയൊക്കെ ചിലപ്പോൾ നമുക്ക് ഒന്ന് കണ്ണ് തുറന്നു നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെ കാഴ്ച ഇങ്ങനെ തെളിഞ്ഞു വരും അല്ലേ. പക്ഷെ അവർക്ക് അത് കാണൂല. ഓക്കെ. ധാതുക്കളുടെ അഭാവം മൂലം ഉണ്ടാവും, അതായത് ലൈറ്റ് ഇല്ലാത്ത ടൈമിൽ ഞാൻ പറയുന്നത് കേട്ടോ. രാത്രി ധാതുക്കളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങളാണ് ചുവടെ പട്ടികയിൽ നൽകിയിരിക്കുന്നത്. പട്ടിക വിശകലനം ചെയ്ത് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക. ധാതുക്കൾ: അയൺ, അനീമിയ അല്ലേ. രോഗം എന്താണ്? അനീമിയ, വിളർച്ച. അയഡിൻ ഇല്ലെങ്കിൽ ഗോയിറ്റർ ഉണ്ടാവും അല്ലേ. ദെൻ കാൽഷ്യം ഇല്ലെങ്കിലോ ഓസ്റ്റിയോപ്രോസിസ് എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാവും. അയണിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? അനീമിയ അല്ലേ. ഗോയിറ്റർ രോഗം ഉണ്ടാകാതിരിക്കാൻ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാര വസ്തുക്കൾ ഏതൊക്കെയാണ്? എന്തുകൊണ്ടാണ്? ഗോയിറ്റർ അല്ലേ. ഗോയിറ്റർ രോഗം ഉണ്ടാകാൻ അയഡിനാണ് എന്താക്കേണ്ടത്? അയഡിൻ ഇല്ലെങ്കിലാണ് ഗോയിറ്റർ എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ അയഡിന് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്? നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇലക്കറികൾ, കടൽ വിഭവങ്ങൾ കഴിക്കണം അല്ലേ. കടൽ വിഭവങ്ങൾ കഴിക്കണം, എന്നാലേ എന്താവുള്ളൂ നമ്മുടെ ശരീരത്തിൽ അയഡിൻ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഗോയിത്ര അസുഖം ഉള്ളവർക്ക് കടൽ വിഭവങ്ങൾ കഴിക്കാൻ പറയണം.
ദെൻ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? ഓസ്റ്റിയോപൊറോസിസ് കാൽഷ്യമാണ് അല്ലേ? അപ്പം കാൽഷ്യമാണ് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ കാൽഷ്യമുള്ള ഭക്ഷണം ഏതാണ്? കാൽഷ്യമുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? മുട്ട, പാൽ, ഇലക്കറികൾ, മത്സ്യം അല്ലേ? ഇതൊക്കെയാണ് എന്ത് നമ്മൾ കഴിക്കേണ്ടത് അല്ലേ? അപ്പോൾ എന്താണ് നമുക്ക് ഈ എന്താണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ അസുഖം ഉണ്ടാവില്ല. ഓക്കെ, എന്തിനാണ് സ്കൂളിൽ അയൺ ഗുളിക വിതരണം ചെയ്യുന്നത്? വിശദീകരിക്കുക. അയൺ ഗുളിക വിതരണം ചെയ്യുന്നത് എന്തിനാണ്? ഈ അനീമിയ, വിളർച്ച ഇല്ലാതിരിക്കാനാണ് അല്ലേ? ഓക്കെ, മുകളിൽ നൽകിയിരിക്കുന്ന 2 പട്ടികകൾ വിശകലനം ചെയ്ത് ഈ അപര്യാപ്തത രോഗങ്ങളെക്കുറിച്ച് ഒരു ലേഖനം തയ്യാറാക്കി ബുള്ളറ്റ് ബോർഡിൽ പ്രദർശിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അധികമായിരിക്കും. എന്താണ് ഓസ്റ്റിയോപൊറോസിസ്? എന്താണ് ഓസ്റ്റിയോപൊറോസിസ്? അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണിത് ഓസ്റ്റിയോപൊറോസിസ്, അല്ലെങ്കിൽ അസ്ഥിക്ഷയം എന്ന് പറയും. അസ്ഥിക്ഷയം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതാണിത് ഓസ്റ്റിയോപൊറോസിസ്. എന്താണ്? അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണിത് ഓസ്റ്റിയോപൊറോസിസ്, അല്ലെങ്കിൽ അസ്ഥിക്ഷയം എന്ന് പറയുന്നത്. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് എന്താണ് ഇത് കാരണമാകുന്നത് അല്ലേ? ഓക്കെ, ഇനി ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടോ, ഗോയിറ്റർ എന്ന ചിത്രം അവിടെ വെച്ചല്ലേ? നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയിഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണിത് സിമ്പിൾ ഗോയിറ്റർ, തൊണ്ടമുഴ അല്ലേ? തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തിൽ എന്താണ്? അയഡിൻ ആവശ്യമാണ്. അപ്പം ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്ഥിക്ഷയാണ് അല്ലേ? പിന്നെ ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? തൈറോയിഡ് ഗ്രന്ഥിയിൽ വലുതാവേണ്ട അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ, തൊണ്ടമുഴ എന്ന് പറയുന്നത് അല്ലേ? ദെൻ അടുത്ത് പോഷകേതര ഘടകങ്ങൾ എന്താണെന്ന് നോക്കാം നമുക്ക്. പോഷക ഘടകങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റ് ചില ഘടകങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. അവ ഏതെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഈ വാഴപ്പിണ്ടി ഇല്ലേ, അത് മുറിച്ച് നോക്കി അവയിലെ നാരുകളൊന്ന് നിരീക്ഷിച്ച്. നമ്മൾ അമ്മമാരൊക്കെ വാഴപ്പിണ്ടി മുറിക്കുമ്പോൾ അതിൽ നാരുണ്ടാവും, കൈമ ഇങ്ങനെ ചുറ്റുന്നത് കാണല്ലേ? അപ്പം ഇതിൽ ആ നാരുകൾ അല്ലേ, ആ നാരുകളല്ല മറ്റേതെല്ലാം ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾക്കറിയാം. ആഹാരത്തിൽ നാരുകൾ ഉൾപ്പെടുത്തേണ്ടത് ആവശ്യകത എന്താണ്? താഴെ കൊടുത്തിരിക്കുന്ന കുറിപ്പൊന്ന് നോക്കുക. നിങ്ങളുടെ നിഗമനം പുസ്തകത്തിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ? നാരുകൾ എന്താണെന്ന് നോക്കുക. ഫൈബേഴ്സ്, സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലോസ് ആണ് നാരുകൾ. നാരുകൾ പോഷക ഘടകമല്ല, എങ്കിലും ദഹനം, വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമാക്കുന്നവരാണ് നാരുകളാണ് അല്ലേ? തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിൽ ധാരാളം നാരുകൾ എന്താണ് അടങ്ങിയിരിക്കുന്നു അല്ലേ? അപ്പോൾ സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണെന്ത്? നാരുകൾ അല്ലേ? നാരുകൾ പോഷക ഘടകമല്ല അല്ലേ? എങ്കിലും ദഹനം, വൻകുടലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമാക്കുന്നതും നാരുകളാണ് അല്ലേ? തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിൽ ധാരാളം എന്താണ്? നാരുകൾ അടങ്ങിയിരിക്കുന്നു അല്ലേ? അച്ഛനോടും അമ്മയോടും ചോദിച്ച് വാഴയുടെ പിണ്ടിയോ കൂമ്പോ ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷ്യ വിഭവങ്ങൾ ഏതെല്ലാം എന്ന് മനസ്സിലാക്കുക. അവ നിർബന്ധമായി നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ചിത്രം നോക്കിയേ, മാമ്പഴമാണ് അല്ലേ? ഇത് മാമ്പഴ ജ്യൂസുമാണ് അല്ലേ? മാമ്പഴ കഷ്ണങ്ങളും അരിച്ചെടുത്ത മാമ്പഴ ജ്യൂസും ശ്രദ്ധിച്ചില്ലേ? ഏതിലാണ് കൂടുതൽ നാരുകൾ ഉണ്ടാവുക? മാമ്പഴത്തിലാണ് അല്ലേ? മറ്റേ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ എന്താണ്, നമ്മൾ അരിച്ചാൽ എന്താണ് അത് പോലെ ചർച്ച. ഇനി മുതൽ മാമ്പഴം, ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ ജ്യൂസ് രൂപത്തിലാകാതെ എന്താണ് ഇങ്ങനെ തന്നെ അങ്ങ് കഴിക്കുക. അപ്പം നാരും നമ്മുടെ ശരീരത്തിലെത്തും അല്ലേ? ജലം, നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് 70% ജലമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആണല്ലേ? ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങിയ വിവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്ന് ജലനഷ്ടം ഉണ്ടാകുന്നുണ്ട് അല്ലേ? അതിനാൽ ധാരാളം ശുദ്ധജലം കുടിക്കണം. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കേണ്ടതുണ്ട്. തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയ പച്ചക്കറികളിൽ ധാരാളം ജലം അടങ്ങിയിരിക്കുന്നുണ്ട് അല്ലേ? ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മൾ കളിക്കുന്നതിലൂടെ, മൂത്രത്തിലൂടെയും വിയർപ്പിലൂടെയൊക്കെ എന്താണ് ശരീരത്തിന് ജലനഷ്ടം ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് ധാരാളം വെള്ളം കുടിക്കണം അല്ലേ? കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ എന്താണ് വെള്ളം കുടിക്കേണ്ടതുണ്ട് അല്ലേ? അതുപോലെ തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ ഇതിലൊക്കെ എന്താണ് ധാരാളം ജലം അടങ്ങിയിരിക്കുന്നുണ്ട് അല്ലേ? അതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും വേണം. ഇനി എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്, സമീകൃതാഹാരം. ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണെന്ത് നാം ശീലിക്കേണ്ടത്. ഇത്തരത്തിലുള്ള ഭക്ഷണക്രമമാണെന്ത്
സമീകൃതാഹാരം അല്ലെ. ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ എന്താണ് പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്ന ഭക്ഷണക്രമമാണെന്ത് നാം ശീലിക്കേണ്ടത് അല്ലെ. ഇത്തരത്തിലുള്ള ഭക്ഷണക്രമമാണെന്ത് ഈ സമീകൃതാഹാരം എന്ന് പറയുന്നത്. മുമ്പ് ചർച്ച ചെയ്ത എല്ലാ പോഷക ഘടകങ്ങളും മതിയായ തോതിൽ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടോ? എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥം ഉണ്ടോ? ഇല്ല അല്ലെ. ഒരു ഭക്ഷ്യവസ്തുവിലെ പോഷകഘടകത്തിൽ ഉണ്ടാകുന്ന കുറവ് മറ്റൊരു ഭക്ഷണത്തിലൂടെയല്ലേ നാം നികത്തുന്നത്. അങ്ങനെയെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണം വൈവിധ്യമുള്ളതായിരിക്കേണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വൈവിധ്യമുള്ള ആവുന്നത് അല്ലെ. ഇതൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ് പല ഭക്ഷണം നമ്മൾ കഴിക്കണം അല്ലെ. നിങ്ങൾ നേരത്തെ ഒരു ദിവസത്തെ ആഹാരം പട്ടികപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെട്ട സമീകൃതാഹാരമാണ് അത് എന്ന് പരിശോധിക്കുക. അല്ല എങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ആവശ്യമായ മാറ്റം വരുത്തി പട്ടികയിൽ എഴുതി ചേർക്കുക. ഇനി എൻ്റെ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റം പ്രഭാത ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്, ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്താണ്, രാത്രി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണുള്ളത് നിങ്ങൾ എഴുതുക. ഇനി എൻ്റെ ഫുഡ് പ്ലേറ്റ്. നാം ചർച്ച ചെയ്ത പോഷക ഘടകങ്ങളിൽ ഒരു ഘടകവും ഒഴിവാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായില്ലേ. എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാതൃകയാണ് എന്ത് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷ്യവസ്തുക്കളുടെ അളവുകൾ ചിത്രത്തിൽ നോക്കി കണ്ടെത്തൂ. പഴങ്ങൾ 100 ഗ്രാം, പയറുവർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യം, മാംസ്യം 85 ഗ്രാം, പാല്, തൈര് 300 ml, അണ്ടിപ്പരിപ്പുകൾ, വിത്തുകൾ 30 ഗ്രാം, കൊഴുപ്പുകൾ 27 ഗ്രാം, പച്ചക്കറികൾ 400 ഗ്രാം, ധാന്യങ്ങൾ 260 ഗ്രാം അല്ലേ. ഇതാണ് ഫുഡ് പ്ലേറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ എന്താണ് നമ്മൾ കഴിക്കേണ്ടത് അല്ലേ. ഇത്രയും അളവുകളാണ്. നിങ്ങളുടെ ആഹാര രീതി അനുസരിച്ച് എല്ലാ പോഷക ഘടകങ്ങളും ഉൾപ്പെടുന്ന വിധം ഒരു ദിവസത്തെ ഭക്ഷണ ചാർട്ട് തയ്യാറാക്കി വീട്ടിലും ക്ലാസ്സിലും പ്രദർശിപ്പിക്കുക. അരി കാർബോഹൈഡ്രേറ്റിലുണ്ട് അല്ലേ. നെയ്യ്, മത്സ്യം കൊഴുപ്പ് കിട്ടാൻ, നെല്ലിക്ക, പപ്പായൊക്കെ വിറ്റാമിൻ കിട്ടാൻ അല്ലേ. പിന്നെന്താണ് ഇലക്കറികളിലൂടെയൊക്കെ ധാതുക്കൾ കിട്ടും. പ്രോട്ടീൻ, ചെറുപയർ, അതിലൂടെയൊക്കെ എന്താണ് പ്രോട്ടീനും കിട്ടും അല്ലേ. എൻ്റെ ഒരു ഭക്ഷണ ചാർട്ട് അല്ലേ. ഉച്ചഭക്ഷണവും കലോറിയും. എന്താണ് ഉച്ചഭക്ഷണവും കലോറിയും? സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ 5 ദിവസത്തെ മെനു ഒന്ന് പരിശോധിച്ചേ. അതിൽ എന്തെല്ലാം വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഓരോ ദിവസത്തെയും മെനു ടീച്ചറുമായി ചർച്ച ചെയ്ത് വിഭവങ്ങളും അവയിലടങ്ങിയ പോഷക ഘടകങ്ങളും പരിശോധിച്ച് പട്ടികപ്പെടുത്തുക. ദിവസം വിഭവങ്ങൾ തിങ്കളാഴ്ച എന്തൊക്കെ വിഭവമാണ്, പോഷകഘടകങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നോക്കുക. അതുപോലെ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളിയിലൊക്കെ എന്താണ് വിഭവങ്ങളും പോഷകഘടകങ്ങളും ഒക്കെ നിങ്ങൾ എന്താക്കുക തയ്യാറാക്കുക. അവിടെ ഓരോ ദിവസത്തെയും വിഭവങ്ങളും പോഷകഘടകങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചില്ലേ. കുട്ടികൾക്ക് സമീകൃതാഹാരം ലഭിക്കുന്ന രീതിയിലാണ് സ്കൂൾ ഉച്ചഭക്ഷണത്തിന്റെ മെനു തയ്യാറായിരിക്കുന്നത്. മനസ്സിലായില്ല. അപ്പൊ സ്കൂളിൽ നിന്ന് കിട്ടുന്നത് എന്താണ് കുട്ടികൾക്ക് സമീകൃതാഹാരം ലഭിക്കുന്ന രീതിയിലാണ് എന്താണ് ഉച്ചഭക്ഷണത്തിന്റെ മെനു തയ്യാറാക്കിയത്. ദെൻ കലോറി. എന്താണ് കലോറി? ഭക്ഷണത്തിന്റെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണ് കലോറി. ഭക്ഷണത്തിന്റെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണ് കലോറി. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷന് പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെ ഊർജം ആവശ്യമാണ്. ശാരീരിക അധ്വാനമുള്ള ഒരു സ്ത്രീക്ക് പ്രതിദിനം ശരാശരി 1600 മുതൽ 2000 കലോറി വരെ ഊർജം വേണം. ഒരു മുതിർന്ന കുട്ടിക്ക് പ്രതിദിനം ശരാശരി 1200 മുതൽ 1400 കലോറി വരെ എന്താണ് ഊർജം ആവശ്യമാണ്. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത്? ഊർജം എങ്ങനെയാണ് കലോറിയിൽ വരുന്നത്? നമ്മളെ ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണ് എന്ത് കലോറി. ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് നമ്മൾ ശ്വസിക്കുന്നില്ലേ, അതിനൊക്കെ എന്താണ് ഊർജ്ജം ആവശ്യമാണല്ലേ. ശാരീരിക അധ്വാനമുള്ളൊരു പുരുഷന് എത്ര പ്രതിദിനം ശരാശരി 1900 മുതൽ 2400 കലോറി വരെ ഊർജ്ജം ആവശ്യമാണല്ലേ. അതുപോലെ സ്ത്രീക്കോ 1600 മുതൽ 2000 കലോറി വരെ ഊർജ്ജം വേണം. ഒരു മുതിർന്ന കുട്ടിക്കോ പ്രതിദിനം ശരാശരി 1200 മുതൽ 1400 കലോറി വരെ ഊർജ്ജം ആവശ്യമാണ് അല്ലേ. സ്കൂൾ ഉച്ചഭക്ഷണത്തിലൂടെ ഏകദേശം 750 കലോറി ഊർജ്ജം ലഭിക്കുന്നുണ്ട് അല്ലെ. സ്കൂൾ ഉച്ചഭക്ഷണത്തിലൂടെ 750 കലോറി ഊർജ്ജം ലഭിക്കുന്നുണ്ട്. മറ്റു നേരങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ആഹാരത്തിലൂടെ ആവശ്യമായ ബാക്കി കലോറി ലഭ്യമാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ. ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി ചെലവ് കുറഞ്ഞതും പോഷക സമൃദ്ധവുമായ വിഭവങ്ങൾ നിർദ്ദേശിക്കാൻ പറ്റും നിങ്ങൾക്ക്. ഇത്തരം വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കാൻ എന്തെല്ലാം നിർദ്ദേശമാണ് നിങ്ങൾക്കുള്ളത് ചർച്ച ചെയ്യാൻ. ഇനി പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ആഹാരം പാകം ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാമാണ് പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്? ആഹാരം പാകം ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാമാണ് പോഷക മൂല്യം നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് ഉപയോഗിക്കുമ്പോൾ എന്താണ് നമുക്ക് എന്താണ് ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. അപ്പം പോഷക മൂല്യം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള എങ്ങനെ അറിയാം? പച്ചക്കറി മുറിച്ചതിന് ശേഷം കഴുകുമ്പോൾ ഒന്ന്, പിന്നെ അതുപോലെ എന്താണ് നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ മൂടി തുറന്ന് വേവിക്കുക. അപ്പം എന്താണ് പോഷകം നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. പിന്നെ എങ്ങനെയാണ് എന്തൊക്കെയാണുള്ളത് നിങ്ങൾ എഴുതുക. പഴങ്ങളും പച്ചക്കറികളും മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് മനസ്സിലായില്ലേ? അതിൻ്റെ ഇത് നഷ്ടപ്പെടും അല്ലേ. എന്ത്
അതിൻ്റെ പോഷകം നഷ്ടപ്പെടും അല്ലേ. ഈ പച്ചക്കറി മുറിച്ചതിന് ശേഷം കഴുകുമ്പോൾ ആഹാരത്തിലെ പോഷക ഘടകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങൾ വീട്ടിലെ മുതിർന്നവരുമായി ചർച്ച ചെയ്ത് പുസ്തകത്തിൽ എഴുതുക. ആരോഗ്യത്തോടെ വളരാൻ പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കേണ്ടതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പോഷക സമൃദ്ധമായ ആഹാരം ആരോഗ്യത്തിന് എന്താണ് അത്യന്താപേക്ഷിതമാണെന്ന് മാത്രമല്ല അത് നമ്മുടെ അവകാശവുമാണ് അല്ലേ. എന്താണ് പോഷക സമൃദ്ധമായ ആഹാരം ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണെന്ന് മാത്രമല്ല എന്താണ് അത് നമ്മുടെ അവകാശവുമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇത്രയുള്ള പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ നന്നായി മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ എന്താക്കുക അത് ഉൾപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ, അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, താങ്ക്